ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് മസാല ഫ്രൈ ആണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ഞാനിവിടെ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഒരു ചെറിയ പിഞ്ചെടുത്താൽ മതി, പിന്നെ മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, കുറച്ച് പെരിഞ്ചീരകം. ഇത്രയുമാണ് മസാല പൗഡേഴ്സും എല്ലാം വേണ്ടത്. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഒരു 6-7 എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി അതൊരു 6 അല്ലി എടുത്തിട്ടുണ്ട്. ഈ പൗഡേർഡ് ഐറ്റവും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്കതൊരു പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൗഡേർഡ് ഐറ്റം ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം മിക്സിയുടെ ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യുവാണ്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടിട്ട് ബൗളിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. നമ്മുടെ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ 3 എഗ്സ് 2 സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മസാല മുഴുവൻ നമുക്കിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയിൽ എല്ലാ മസാലയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ ദോശക്കല്ലിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ദോശക്കല്ലിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്ക് മുട്ടയെല്ലാം ഇതിലേക്ക് എടുത്തു വയ്ക്കാം. എണ്ണയുള്ള ഭാഗത്ത് നല്ലോണം നമ്മൾ ആ മസാല ഉള്ള ഭാഗം അടിയിൽ വന്നിട്ട് നമ്മൾ കമത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് സ്റ്റവ് നല്ല സിമ്മിലേ വെക്കാൻ പാടുള്ളൂ. ഒന്നും അടുപ്പ് കത്തിക്കാനേ പാടില്ല. സിമ്മിൽ വെച്ച് ഇത് ഒരു 3 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും ഇത് കുക്കായി കിട്ടും. എല്ലാവരും ഇത് കണ്ടോ, ഇതിങ്ങനെ വെക്കാം. നമുക്കിത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. നമ്മുടെ എഗ്ഗ് മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മൾ മസാലയൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 മിനിറ്റും കൂടെ വേണ്ട. ഞാൻ നേരത്തെ 3 മിനിറ്റ്സ്, അത്രയും കൂടെ വേണ്ട, 1 മിനിറ്റ് മതി ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇത് റെഡി ആയി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈസിയാണ്. നമുക്ക് ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് കൂട്ടി കഴിക്കാനും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.